അതേപോലെ ഇനിയുള്ള 5 വർഷം കേരളം ഭരിക്കാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും. പക്ഷേ ആര് നേതൃസ്ഥാനത്തിരിക്കും എന്നതിലിപ്പോൾ ഒരു തീരുമാനം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അതിനായുള്ള ചർച്ചകളും ഫ്ലെക്സ് യുദ്ധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു ഭാവിയിലുള്ള ഭരണം, അല്ലെങ്കിൽ പാർട്ടി എന്ന നിലയിൽ എന്തുമാത്രം കോൺഗ്രസിന് ഇനി മുന്നേറാൻ കഴിയും? ഈ വിജയം കൊണ്ട് അവർക്ക് നേട്ടങ്ങളുണ്ടാവില്ലേ പാർട്ടിക്ക്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിജയങ്ങൾ കൊണ്ട് പാർട്ടിക്ക് നേട്ടം ഉണ്ടാകും. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു ചരിത്രമുണ്ടല്ലോ, കോൺഗ്രസ് എന്താണെന്നുള്ളത്. അതാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഈ തല്പിത്തല്ലെന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു ഉദാഹരണമാണിരുന്നു. കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുന്ന പോലും സ്തുതിപാഠകന്മാരിൽ നിന്നാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുന്നത്. 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാകുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ചെയ്യുന്ന പ്രവർത്തികളെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ജനിച്ചു വളർന്ന കുറേ ആൾക്കാർ, അവരോട് ബന്ധപ്പെട്ട് വരുന്നത്, അതായത് ഉന്നത കുലജാതന്മാരായിട്ടുള്ള കുറേ ആൾക്കാരോട് ബന്ധപ്പെട്ട് സ്തുതിപാഠകന്മാരാണ്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. അപ്പോൾ അതിനോടൊക്കെ ബന്ധപ്പെട്ടാണ് ഉമേഷ് ചന്ദ്ര ബാനർജി, രമേശ് ദത്ത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകുന്നത്. അപ്പോൾ ഇവരൊക്കെ പിന്നീട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരായിരുന്നിട്ടുണ്ട്, അധ്യക്ഷന്മാരായിരുന്നിട്ടുണ്ട്. അപ്പോൾ 1885 ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കുന്നത് പോലും എങ്ങനെയെന്നുണ്ടെങ്കിൽ ഈ ലോർഡ് ഡർഫിൻ്റെ വാക്കുണ്ട്. അദ്ദേഹം പറയുന്ന AFUവിനോട് പറയുന്നത്, അതായത് ഈ ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ നിന്നൊരു വിഭാഗം ചെയ്യേണ്ടത്. അതായത് ഉണ്ടാക്കാൻ പോകുന്ന സംഘടനയുടെ ആൾക്കോട് ചെയ്യേണ്ടത്. അതായത് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ചില കാര്യങ്ങളെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക, പൂർണ്ണമായിട്ട് അവരെ എതിർത്തുകൊണ്ടുള്ളതല്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് രാജകീയമായിട്ടുണ്ടാകുന്ന ഒരു അധികാരത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത്, ജനാധിപത്യമല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആ ആൾക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനോട് ബന്ധപ്പെടുത്തി ബ്രിട്ടീഷ് രാജകുടുംബത്തോടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള വിക്ടോറിയയോട് കൃത്യമായിട്ടുണ്ടാകുന്ന അവരുടെ അനുകമ്പയോ അല്ലെങ്കിൽ അവരോടുണ്ടാകുന്ന കൃത്യമായിട്ടുണ്ടാകുന്ന അവരുടെ ഇണങ്ങിച്ചേരലുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന്, കാരണം ആ കാലഘട്ടത്തിൽ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇവരായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഉണ്ടാക്കുന്നത്. ഡിസംബർ 27 ഉണ്ടാകുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, അതായത് ഉമേഷ് ചന്ദ്ര ബാനർജി പറയുന്നത്, അതിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പറയുന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന, ആ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്, ഇവിടെ കൂടിയിരിക്കുന്ന ഞാനും എൻ്റെ പ്രവർത്തകർ കോൺഗ്രസ്സുകാരും അവരെക്കാളും ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തോട് കൂറു പുലർത്തുന്ന ആരും ഇന്ത്യയിൽ ഇല്ലെന്നാണ് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്താൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട സ്തുതിപാഠകരുടേതായിട്ടുള്ള ഒരു സംഘടന ആയിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നീട് 1890 ഈ ഫിറോസ് ഷാ മേത്തയാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞങ്ങൾ അവിടുത്തെ, അതായത് അതിൻ്റെ 2 മണ്ഡലങ്ങൾ, അതായത് സഭകളുണ്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തോട് വരുന്ന, അതായത് അധോമണ്ഡലം അല്ലെങ്കിൽ ഉപരിമണ്ഡലം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലോർഡ് ഓഫ് കൗൺസിൽ അതിലവർ പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്ത്യയിലോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു നിയമനിർമ്മാണം നടത്തുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഇവരവിടെ പോയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത്, അതായത് ഈ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഫിറോസ് ഷാ മേത്ത ഉൾപ്പെടെയുള്ളവരെ മനസ്സിലാക്കുന്നു, ഇവരെല്ലാം ഉന്നത കുലജാതന്മാരാണെന്നും ആര്യന്മാരോട് ബന്ധപ്പെട്ടവരാണെന്നും ബ്രിട്ടീഷുകാർ വളരെ അനുകമ്പാപൂർവ്വം നമ്മളെ പരിഗണിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ജാതീയമായ ഉച്ചനീതിത്വം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ബ്രാഹ്മണ മേധാവിത്വം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന വിഭാഗങ്ങളുടെ പ്രതിനിധികളായിരുന്നു ഈ പറഞ്ഞ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന കൂട്ടായ്മ, ആ കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. നമുക്കറിയാം ആ ഒരു വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് തന്നെയാണ് പിന്നീട് നമുക്ക് ജനസംഘം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുന്നു. ആ ജനതാ പാർട്ടിയോട് ബന്ധപ്പെട്ടാണ് പിന്നീട് ഭാരതീയ ജനതാ പാർട്ടി പോലും ഉണ്ടാകുന്നത്. അപ്പോൾ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു വളർച്ചയിൽ, അതിൻ്റെ ഒരു പ്രവർത്തന മേഖലയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ആശയത്തിൽ എല്ലായിടത്തും തന്നെ ഈ ഹിന്ദുത്വത്തോട് ബന്ധപ്പെട്ട് വരുന്നൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയെ അല്പമെങ്കിലും എതിർത്തു എന്ന് പറയുന്ന ജവഹർലാലിനോട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. അപ്പോൾ അത്തരം വ്യക്തിത്വങ്ങളുടെ ഉദയത്തോട് ബന്ധപ്പെട്ടാണ് പിന്നീട് ആ ഒരു വിഭാഗത്തിൻ്റെ ചിന്തകൾ പിന്നീട് BJPയുടെ വളർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടേണ്ടതായിരുന്നു. കാരണം അതൊരു മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന, മതാന്തത പുലർത്തുന്ന ഒരു കൂടിച്ചേരലായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടി ഇന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ തുടക്കത്തിലോ അതിൻ്റെ പ്രവർത്തന മേഖലയിൽ അവർ പുലർത്തിയിരുന്ന ആ ജാതീയത അല്ലെങ്കിൽ ആ വംശീയതയെ അവർ ഉപേക്ഷിക്കാൻ തയ്യാറായത് കൊണ്ട് മാത്രമാണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആ ജാതീയമായ കൂട്ടായ്മ അല്ലെങ്കിൽ വംശീയമായിട്ടുണ്ടാകുന്ന അതിൻ്റെ ഒരു ആശയമുണ്ടല്ലോ, ആ ആശയത്തെ അത് ഉപേക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് കോൺഗ്രസ് ഇന്നും അവശേഷിക്കുന്നത്. പക്ഷേ അങ്ങനെ അവശേഷിക്കുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്തെ ജാതീയമായ വംശീയമായ അതിൻ്റെ വളർച്ച ഉണ്ടാകുന്നത് കൊണ്ടാണ് BJP വിജയിക്കുന്നത്. അത് മറ്റൊരു ഭാഗം.
അപ്പോൾ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ അവരോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ, അതിൽ ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്നവരുണ്ടാകാം, ഇസ്ലാമിനോട് ബന്ധപ്പെട്ടവരുണ്ടാകാം, ഈ ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട്, അതായത് ജാതീയമായോ മതപരമായോ കൂട്ടായ്മയെ ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത വിഭാഗങ്ങളായിരിക്കണം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഉണ്ടാകേണ്ടത്. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ ആശയമെന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന എന്താ പറയുക സ്തുതിപാഠകരിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗമായതുകൊണ്ട് തന്നെ അധികാരത്തിൽ കുറഞ്ഞ് ഒന്നും കൊണ്ടും തൃപ്തിപ്പെടാൻ പാടില്ലെന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഓടി നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയമായ ഒരു ഉണർവുണ്ടാക്കി എന്താ പറയുക സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കണം. കാരണം മറ്റു മതവിഭാഗങ്ങളോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും എല്ലാ ജനങ്ങളുടേതായിട്ടുള്ള ഒരു സമൂഹം ഇന്ത്യക്ക് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുക എന്നൊരു ബോധത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുണ്ടാകുന്ന, അതായത് എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും മാതൃകാപരമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ പരസ്പരം കരുവാരി തേക്കുന്ന അത്തരം ഒരു വിഭാഗമായിട്ട് കോൺഗ്രസ് മാറുകയാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് അധികാരമാണ്, അധികാരത്തിൽ കുറഞ്ഞ ഒന്നും രാഷ്ട്രീയ നേതൃത്വത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഇവർ പറഞ്ഞത്. അതായത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് തന്നെ ഈ പറഞ്ഞ ജനസേവനം അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടല്ല, മറിച്ച് അധികാരമാണ്. ആ അധികാരത്തിന് വേണ്ടി ഞങ്ങൾ എന്തും സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന ഉപവിഭാഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ആ ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്ന വളർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇതിനെ തകിടം മറിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു. ഈ ഒരു വിജയത്തിൻ്റെ നിലനിൽപ്പ് പോലും ഒരു ശുഷ്കമായ ഒരു കാലഘട്ടത്തിലൂടെ മാത്രമേ കടന്നു പോകുന്ന തെളിവുകൾ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തു വെക്കുന്നത്. കാരണം വിഭാഗതയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗങ്ങളാണ് കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭരണമോ അല്ലെങ്കിൽ ഇത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഭാവി അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതാണ്.